വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു ഹോം റെമഡി ആയിട്ടാട്ടോ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ചെറിയ ടിപ്പായിട്ടാണ്. ഞാനും ഇത് യൂട്യൂബിൽ കണ്ട് നോക്കിയതാണ്, പക്ഷേ ഒന്നും കൂടി പരീക്ഷിക്കാൻ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യണ്ട. ഞാൻ ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഫേസൊക്കെ കറക്റ്റായി. ഞാനിതിപ്പോൾ ഇന്നലെ ചെയ്തു, പിന്നെ ഇന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം ഓൺ റിസ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ദേ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മസൂർ ദാലോ, നമ്മുടെ ഒരു റോസ് കളർ പരിപ്പില്ലേ, ഇതിനെന്താ അതങ്ങനെയാണെന്ന് തോന്നുന്നു പറയണം. അത് ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ട് രാത്രി വെച്ചാൽ കേട്ടോ, അതാണിത്. പിന്നെ ഈ ഇരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഓട്സ് ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ്, നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം, പേസ്റ്റ് പരുവത്തിന്. ഞാൻ നിങ്ങൾക്ക് വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഞാൻ പാലിനകത്ത് നമ്മുടെ റാഗി പൗഡറല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ, അത് കുറുക്കി എടുത്ത് വെച്ചാണ്. ഇത് നമ്മൾ എന്ത് ഫേഷ്യൽ ചെയ്യുന്നോ, അതായത് എന്ത് ചെയ്യണതിന് മുമ്പ് ഇതൊന്ന് മുഖത്ത് നല്ലപോലെ പുരട്ടിയിട്ട് സ്ക്രബ് ചെയ്യണം. എന്നിട്ട് ഇത് 1 മിനിറ്റ് പിടിക്കണം നമ്മുടെ മുഖത്ത്. സ്ക്രബ് ചെയ്തിട്ട് അതൊന്ന് നമ്മുടെ ഫേസുമായിട്ട് സിങ്ക് ആവാൻ വേണ്ടി അതൊന്ന് വെച്ചിട്ട് വാഷ് ചെയ്യുക. അത് നമ്മൾ ഫേസ് വാഷിനൊക്കെ പകരം ഉപയോഗിക്കുന്നതാണ്. ഇതിനും അടിപൊളി റിസൾട്ടാണ്. നല്ലപോലെ ഫേസ് സ്ക്രബ് ചെയ്തിട്ട് 1 മിനിറ്റ് സ്ക്രബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 1 മിനിറ്റ് വെക്കാനായിട്ട് വാഷ് ഔട്ട് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞാണ് നമ്മുടെ ഈ ഫേസ് പാക്ക് പുരട്ടേണ്ടത്. ഇത് കണ്ടോ, ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് രണ്ടും. അതായത് മസൂർ ദാലും എന്നാണെന്ന് തോന്നുന്നു, റോസ് കളർ പരിപ്പും നമ്മുടെ ഓട്സ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പരുവത്തിന്. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ, ഒരു കുറുക്കിൻ്റെ ഒരു രൂപത്തിൽ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഇല്ലേ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൂവിൻ്റെ ആട്ടോ മേടിച്ചേക്കണേ, 2 രൂപയുടെയൊക്കെ ഇല്ലേ. ഇതാണ് ഞാൻ സാഷയാണ് മേടിച്ചേക്കണേ. അപ്പോൾ ഇതാണ് ഞാൻ മേടിക്കാറ്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് നന്നായിട്ട് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഇളക്കണം. ഒരു കോഫി പോലെയൊക്കെ തോന്നുന്നുണ്ടായി. ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടുണ്ട്, രാത്രിയായിട്ടോ എടുക്കുന്നത്. അതിൻ്റേതായ ഒരു പോരായ്മയുണ്ട്. ഒരു കൈ പിടിച്ചാണ്, ഞാൻ സ്റ്റാൻഡും ട്രൈപോഡും ഒന്നും എടുത്തിട്ടില്ല. കല്യാണമൊക്കെ വരുമല്ലേ, അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഇപ്പോൾ ഓരോ ഫേസ് പാക്ക് മുഖത്ത് പുരട്ടുന്നുണ്ട്. എനിക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പരുവം കണ്ടോ, ഇത് ഇച്ചിരി കൂടി കളർ ഇതിൽ കൂടുതലാണ്, പക്ഷേ ഇത്ര കളറില്ല കേട്ടോ. ഒരു ഷെയ്ക്കിൻ്റെയൊക്കെ ഒരു കളർ, ആ ഒരു കളറാണ് കണ്ടോ. ഇനി നമുക്ക് അപ്പം ഞാൻ മുഖം നല്ലപോലെ കഴുകിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പെടലിയിൽ, അതായത് കഴുത്തിലെ കറുപ്പുള്ളത് കൊണ്ട് അതിപ്പോൾ കുറച്ച് ഇന്നലെയൊക്കെ ചെയ്തപ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ 2 കൈയും എടുത്തിട്ട്, ഈ റാഗി പൗഡർ ആയതുകൊണ്ട് തന്നെ ഈ അരിപ്പൊടി പോലെ തരിയുണ്ട് അതിനകത്ത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യണം, നല്ലപോലെ 2 കൈയും വെച്ച് നല്ലപോലെ സ്ക്രബ് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ക്ലെൻസിങ് പാലുള്ളത് കൊണ്ട് തന്നെ നമുക്കതിൽ നന്നായിട്ട് ക്ലെൻസ് ആവും, നല്ല ക്ലെൻസിങ് എഫക്റ്റും കിട്ടും, നല്ല സോഫ്റ്റ് ആവും. നല്ലപോലെ സ്ക്രബ് ചെയ്യുക ഫേസിന്. അതായത് മറ്റേ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള സൈഡിൽ, അതായത് നമ്മുടെ ചുണ്ടിൻ്റെ 2 വശത്ത്, പിന്നെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ, അവിടെയൊക്കെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടാവും. അവിടെ ഉള്ളവർ നല്ലപോലെ ഇത് സ്ക്രബ് ചെയ്യണം കേട്ടോ. നല്ലപോലെ എന്ന് വെച്ചാൽ നന്നായിട്ട് അത് ബോഡിയിലേക്ക്, അതായത് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അത് അപ്ലൈ ആക്കണം. ആ രീതിയിൽ നല്ലപോലെ സ്ക്രബ് ചെയ്യണം. പിന്നെ എന്ത് നമ്മൾ തേച്ചാലും കഴുത്തിലും കൂടി തേക്കണം, ഇല്ലെങ്കിൽ ഡബിൾ കളറായിട്ട് നിൽക്കും. എന്ത് നമ്മൾ ചെയ്താലും, അതായത് നമ്മൾ ഫേസിൽ രാവിലെ മേക്കപ്പൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ അത് ഫേസിൽ നമ്മുടെ കഴുത്തിലേക്കും കൂടി ചെയ്യണം. അപ്പോൾ അതേ ഞാൻ കഴുത്തിലും പുരട്ടുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ചെയ്യുക. നമ്മൾ എവിടേക്കിലൊക്കെ പോയിട്ട് വന്നാൽ നമ്മുടെ ഫേസിലെ ടാൻ മാറാനും ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമ്മൾ പാല് കാച്ചിയിട്ട് അതിനകത്തേക്ക് പൊടിയിട്ട് നമ്മൾ എങ്ങനെയാണോ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കണം അതേപോലെ തന്നെ പഞ്ചസാര ഒന്നും ഇടുന്നില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മളൊരു കണ്ടെയ്നറിനകത്ത് അടച്ച ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പോയിട്ടൊക്കെ വരുമ്പോൾ എന്നും മുഖത്ത് തേക്കാൻ കുഴപ്പമില്ല. നമ്മളിത് ഒത്തിരി നേരം വെക്കണമെന്നില്ല, വെച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമ്മൾ എന്തോരം സ്ക്രബ് ചെയ്യണോ, നമ്മുടെ ഫേസിൽ എന്തോരം മസാജ് ചെല്ലുമെന്നോ അതിൻ്റേതായ എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. 1 മിനിറ്റ്, ഇനിയിപ്പോൾ നമ്മൾ 1 മിനിറ്റ് ഇത് വെച്ചുകൊണ്ടിരിക്കുക. 1 മിനിറ്റ്
1 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് 1 മിനിറ്റ് ഇത് ഫേസിൽ വെച്ചോണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇനി വാഷ് ചെയ്യാം നമുക്ക്. 1 മിനിറ്റ് ആയല്ലോ. ഇനി ഇത് ഞാൻ വാഷ് ചെയ്യുന്നതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പ്രൂഫ് കാണിക്കണം. അതുകൊണ്ട് ഞാനത് വാഷ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഞാൻ കഴുത്തിൽ വാഷ് ചെയ്തിട്ടില്ല, വാഷ് ചെയ്യും. ഇത് കണ്ടോ, എൻ്റെ ഒരു ഇപ്പം തന്നെ കണ്ടോ ഒരു ഗ്ലോ വന്നില്ലേ ഫേസിൽ. ഇത് രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റും. ഇപ്പം തന്നെ നോക്കി എൻ്റെ കഴുത്തേൽ ആ കളർ വ്യത്യാസം കണ്ടോ. പിന്നെ എൻ്റെ സ്കിന്ന് കണ്ടോ. ഞാനിപ്പോൾ വെട്ടത്തിൻ്റെ അടിയിലാണ് നിൽക്കണമെന്ന് നിങ്ങൾ ഓർക്കണ്ട. എൻ്റെ ഫേസിൽ പെട്ടെന്ന് അത് അറിയാൻ പറ്റുന്നുണ്ട് കണ്ടോ. എൻ്റെ കഴുത്തിൻ്റെ കളർ പെട്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. കണ്ടോ ഞാൻ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് വെച്ച ഫേസ് പാക്ക് അപ്ലൈ ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. അത് മാത്രം നല്ലപോലെ നല്ല കട്ടിക്ക്, പിന്നെ സ്ക്രബൊന്നും ചെയ്യേണ്ട, നല്ല കട്ടിക്ക് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. നല്ല പോലെ എന്ന് വെച്ചാൽ നല്ല കട്ടിക്ക് ചെയ്യണം. അതൊരു 10-20 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആണ് നമ്മുടെ സ്കിന്നിലേക്ക്. അത് കഴിയുമ്പോൾ പയ്യെ നമുക്കത് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഫേസിൽ കഴുത്തേൽ ചില സ്ഥലത്ത് നല്ലപോലെ ഡ്രൈ ആകാറുണ്ട്. നെറ്റിയൊക്കെ നല്ല ഫൈനായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചൊരു 10-20 മിനിറ്റ് നന്നായിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ അത്ര എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്യാം 10-20 മിനിറ്റ്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾ നോക്ക്, എൻ്റെ അതായത് എൻ്റെ കഴുത്ത് എന്തോരം കറുത്ത കളറിലിരുന്നാന്ന് നോക്കി. ഇപ്പോൾ ചിലവർക്ക് തോന്നും തേച്ച് കഴുകി കഴിയുമ്പോഴേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ, കുറച്ച് നേരം കഴിയുമ്പോൾ ആ റിസൾട്ട് അങ്ങ് പോകുന്നു. പക്ഷേ ഇല്ല. ഇത് കണ്ടോ, നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഒത്തിരി വെളുത്ത് പാറുമെന്നല്ല ഞാൻ പറയണത്. നമ്മുടെ സ്കിൻ ടോൺ 1-2 ഷെയ്ഡ് ഒന്ന് വൈറ്റ് ആകും, അത്രേ ഉള്ളൂ കേട്ടോ. വെളുത്ത് പാറുമെന്നൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇത് നമ്മൾ പുരട്ടി കഴിയുമ്പോൾ ഒരു മോയ്സ്ചറിങ് ക്രീം നമ്മൾ എന്തായാലും പുരട്ടണം. ഇത് ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ ഫേസിൽ ആ ബ്രൈറ്റ്നെസ് ഇതുവരെ മാറിയിട്ടില്ല. അതേ നോക്ക് കണ്ടോ, എൻ്റെ കഴുത്തിൽ ആ കറുപ്പിന് കുറച്ച് കുറവില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ മറക്കുക, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുവാണ് ഫേസ്. ഇതെന്നും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ കാണിക്കണം എൻ്റെ മുടി വെട്ടിയതിൻ്റെ ഷോ ആണ്. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങളിത് ചെയ്ത് നോക്കാം. അപ്പോൾ ടാറ്റ.